ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ക്ലേ വെച്ചൊരു സാധനം ഉണ്ടാക്കിയാലോ? ആദ്യം എൻ്റെ കയ്യിൽ ഇത്തിരി പിസ്ത തോടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചു. നമുക്കിനി ക്ലേ വെച്ചുള്ള സംഗതി നോക്കാം. ക്ലേ നമ്മൾ ബ്ലൂ കളർ ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞ് ഇത്തിരിയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായി തന്നെ പരത്തിയെടുക്കുക. ഓക്കെ, അത് ഉണ്ടയാക്കി വെച്ചിട്ട് എന്തെങ്കിലും ഒരു വട്ടത്തിൽ സാധനം കൊണ്ട് അത് ഞാൻ ഉരുട്ടിയെടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇതിനൊന്നും കൂടി ഒന്ന് ഞാൻ പരത്തുന്നുണ്ട് കൈ വെച്ച്. പിന്നെ ക്ലേ സ്റ്റിക്കാവാത്ത സ്ഥലത്ത് വേണം വെച്ച് ചെയ്യാൻ. അത് ഞാൻ അതിലെ തന്നെ ഒരു ടൂൾ എടുത്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നടുക്കും ഒന്ന് കൊടുക്കുന്നുണ്ട്. അതിന് വേറൊരു ടൂളെടുത്ത് കത്തി പോലത്തെ ഒരു ടൂളെടുത്ത് വീണ്ടും ആക്കുന്നുണ്ട്. കണ്ടില്ലേ, അതിലൊരു വെള്ളം പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ക്ലേൻ്റെ പേര് സൂപ്പർ ലൈറ്റ് ക്ലേ എന്നാണ്. അത് ഞാനൊന്നത് മടക്കി കൊടുത്തു. അതങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത്തിരിയും കൂടെ ക്ലേ എടുക്കാം. ചിലതൊക്കെ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ, ചില ക്ലേ. ഞാനെടുത്ത ബ്ലൂ ക്ലേ ഒട്ടിപ്പിടിക്കുന്നില്ലായിരുന്നു. അതിന് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതൊന്ന് ഷേപ്പാക്കി എടുക്കുക. അല്ല, മടക്കണ്ട, അല്ലാതെ ഒന്ന് വെച്ച് കൊടുക്കുക. നന്നായി തന്നെ ഒന്ന് വെച്ച് എടുക്കുക. അത് കഴിഞ്ഞ് ഞാൻ ആ കത്തി കൊണ്ട് അതൊന്ന് അറ്റൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പരത്തിയും കൂടെ ഞാൻ കൊടുത്തേ. കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ ഒരു വെള്ളം പോലത്തെ ഒരു അംശമൊക്കെ. അത് ഈ പിസ്തേൻ്റെ തോടുണ്ട് എൻ്റെ കയ്യിൽ. അതിനൊരു പിസ്ത എടുത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡിൽ വെക്കാം. സൈഡിൽ വെച്ചു. ഞാൻ അടുത്ത സൈഡിലും വെച്ചു. ഞാൻ 3 കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി വൈറ്റ് ക്ലേ എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഉള്ള 12 കളേഴ്സ് ഉള്ള ക്ലേ ആണ്. അതൊന്ന് ഉരുട്ടി ചെറുതാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ബോൾസ് പോലെ ആക്കിയിട്ട് അതൊന്ന് വെച്ചിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് അമക്കി കൊടുക്കുക. അതേപോലെ കുറച്ച് സ്റ്റെപ്സ് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ പിസ്ത വെക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കിയായിരുന്നു. പക്ഷെ ഇനി വെക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് ക്ലേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്ന് വെച്ചാൽ കുറച്ചായിട്ട് താഴത്തോട്ട് വീഴുമല്ലോ. അങ്ങനെ ഞാൻ താഴത്തോട്ട് വീഴ്ത്താൻ നോക്കുന്നു. കുറച്ചല്ല, ഇത്തിരി കൂടുതൽ വീണുപോയി. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, കുഞ്ഞു കഷ്ണമായിട്ടൊക്കെ വീഴാൻ തുടങ്ങി. നമ്മുടെ ഐറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ബോക്സ് എടുക്കുക, എന്നിട്ട് അതൊന്ന് ഒട്ടിച്ച് വെക്കുക. ഞാൻ ഇത്തിരി വെച്ചപ്പോൾ ഒന്ന് ഡാമേജ് ആയിപ്പോയി കേട്ടോ, ഒരു കൂട്ട് വീണു പോയി.